ഇന്നൊരു എരിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത്. പടവലങ്ങ കൊണ്ട് എരിശ്ശേരി. പടവലങ്ങ എരിശ്ശേരി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ ഇതൊന്ന് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇനി ഉണ്ടാക്കിയിട്ടുള്ളവർ ഇതുപോലെ തന്നെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് പറയണേ. അപ്പോൾ പടവലങ്ങ ചെറുതായിട്ട് നുറുക്കിയെടുക്കണം. ഒരു മീഡിയം സൈസ് പടവലങ്ങയുടെ പകുതി എടുത്തിട്ടുള്ളൂ. ഒരു തോരപ്പരിപ്പ്, ഒരു കൈപ്പിടി തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരകിയതും ഒരു നുള്ളു ജീരകവും. ജീരകം ഒരു നുള്ളു മാത്രം എടുത്താൽ മതി. അധികമായി കഴിഞ്ഞാൽ ജീരകത്തിൻ്റെ കുത്ത് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. ഇനി തോരപ്പരിപ്പ് ഒരു കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കണം. അതുപോലെ പടവലങ്ങയും ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അത് വേറെ വേവിച്ചെടുക്കുക. പിന്നെ തേങ്ങ ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. സാധാരണ എരിശ്ശേരിക്ക് അരയ്ക്കണ പോലെയല്ല, നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക. പടവലങ്ങ വേവിക്കാൻ വയ്ക്കാം. പരിപ്പ് ഞാൻ വേവിക്കാൻ വച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.25 ടീസ്പൂൺ മുളക് പൊടി അവരവരുടെ എരിവിന് ആവശ്യത്തിന് ഉപയോഗിക്കാം. ഒരു വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കാം. പരിപ്പിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടേക്കണതാണ്, അത് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. അടച്ച് വെച്ച് തന്നെ വേവിക്കുക. ഇടയ്ക്ക് തുറന്ന് നോക്കി വെള്ളം ഉണ്ടോ എന്നൊക്കെ നോക്കണം. അത് വെന്ത് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വച്ചാൽ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറച്ച് വറ്റി വരണം. ഇപ്പോൾ കുറച്ചുകൂടി വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങ അരച്ച് വെച്ചത് ചേർക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, തേങ്ങ നല്ല സ്മൂത്തായിട്ട് തന്നെ അരയ്ക്കണം. മത്തങ്ങയും പയറും അല്ലെങ്കിൽ കായും ചേന എരിശ്ശേരിക്കൊക്കെ അരയ്ക്കണ പോലെയല്ല. നമ്മൾ കാളനൊക്കെ അരയ്ക്കില്ലേ, അതുപോലെ അത്ര സ്മൂത്തായിട്ട് തന്നെ തേങ്ങ അരച്ച് ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്നുകൂടി ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് വാങ്ങി വെച്ചിട്ട് കടുക് വറുത്തിടാം. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ പരുവത്തിൽ മതി. ഇങ്ങനെ ആയിക്കഴിയുമ്പോൾ നമുക്ക് വാങ്ങി വയ്ക്കാം. ഇതൊരു ഒഴിച്ചു കൂട്ടാൻ പോലെയാണ്. മറ്റുള്ള എരിശ്ശേരി പോലെ അങ്ങനെ കട്ടയായിട്ടല്ല ഇരിക്കുന്നത്. പിന്നെ എല്ലാവരും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇനി കടുക് വറുത്തിടാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ കടുക് വറുത്തിടുന്നത്. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. കായും ചേന എരിശ്ശേരിയിലും മറ്റുള്ള എരിശ്ശേരിയിലൊക്കെ പോലെ കടുക് മാത്രമല്ല ഇതിൽ വറുത്തിടുന്നത്. കടുകും മുളകും വേപ്പിലയും വറുത്തിടും. അപ്പോൾ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ എല്ലാ വീഡിയോസിലും ഞാനിങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും തോന്നരുത്. അതങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, മറ്റുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ അത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് എല്ലാവരും ഓർക്കുകയുള്ളൂ. അപ്പോൾ അത് സ്വാദിഷ്ടമായിട്ടുള്ള പടവലങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിന് മാത്രമല്ല ചപ്പാത്തിക്കും കൂട്ടി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.